ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ മട്ടൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, ഈസി ആയിട്ട് തന്നെ. മട്ടൻ ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മട്ടൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കഴിക്കാത്തവരുണ്ടാവില്ലേ, മട്ടൻ ഇഷ്ടമല്ലാത്തവർക്ക്. അവർക്ക് പോലും ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും കൊണ്ട് കഴിച്ചു പോകുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇതിക്ക് ആദ്യം തന്നെ 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ചെറിയ ജീരകം കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനിയിപ്പോൾ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇത് എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടാവും. ഒരു 3 കൈപ്പിടി നിറച്ച് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചേരുവ, ചെറിയ ഉള്ളി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അരച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ചെറിയ ഉള്ളിയും പിന്നെ ഉലുവ ജീരകം ഇല്ലേ, അതുമാടെ ഒന്ന് കഴുകിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, കഴുകി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് കഴുകി വെക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 കിലോ മട്ടൻ്റെ അളവാണ് കേട്ടോ. അതിലേക്കുള്ള മസാലകളാണ് പറയുന്നത്. മട്ടൻ നന്നായിട്ട് തന്നെ വിനെഗറും ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും ജീരകം എല്ലാം പാടെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക, വളരെ ഈസി ആയിട്ട് കേട്ടോ. എന്നാണ്ടല്ലോ അടിപൊളി ടേസ്റ്റുമാണ്. മട്ടൻ ഇഷ്ടമില്ലാത്തവരൊക്കെ കഴിച്ചിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കേട്ടോ, നിറച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടീൻ്റെ അളവൊന്നും കൂടി പോവേണ്ട. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തോ. ഇനിയിപ്പോൾ 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. ഞാനുണ്ടല്ലോ മിക്സാക്കി കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ടിട്ടില്ലല്ലോ എന്നോർത്ത് പോയിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ മിക്സാക്കുമ്പോൾ തന്നെ ഉപ്പും പാടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തോ കേട്ടോ, കൈ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഉപ്പും പാടെ ഇട്ടിട്ട് ഞാൻ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതാദ്യം തന്നെ ഉപ്പിടേണ്ടതായിരുന്നു, മറന്നു പോയതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി കുക്ക് ചെയ്താൽ മതി, ഒരുപാട് ടൈമൊന്നും വേണ്ട. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റേ മാറിപ്പോവും. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളം പാടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും വെച്ച് കൊടുത്താലുണ്ട് മട്ടൻ അടിപൊളിയായിട്ട് കുക്കായി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പറായിട്ടുള്ള മട്ടൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഗീ റൈസിൻ്റെ കൂടെയും പത്തിരി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പത്തിൻ്റെ കൂടെയാണ്, നിർദോഷം ഉണ്ടല്ലോ അതിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. മട്ടൻ കഴിക്കാത്തവർക്കുണ്ടല്ലോ, മട്ടൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കഴിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ, ഓടി വന്ന് കഴിച്ചിട്ട് പോവും. അത്രയും അടിപൊളിയാണ്. മട്ടൻ കുക്കായി സെർവ് ചെയ്യുന്ന ടൈമിൽ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ വിട്ടു പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.